നമുക്ക് ഇന്ന് കുറച്ച് ഉള്ളിപ്പുളി ഉണ്ടാക്കാം കേട്ടോ. അതിനായി കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വാളംപുളി ഇട്ട് കൊടുക്കണം. അതിലോട്ട് പച്ചമുളക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് വേണ്ടത് വെളുത്തുള്ളി, ഓരോരോ തരം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും 2 സവോളയും, ഒരു 10 ചെറിയ ഉള്ളിയും 2 സവോളയും ഇട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ആ വെള്ളമായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് 1-2 വിസിൽ കേട്ട് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്തിരിക്കും ഉള്ളിയൊക്കെ. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് കടുക് വറുത്ത് കറിവേപ്പില ഇട്ട് 1 സ്പൂൺ മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ആ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കൂട്ടില്ലേ, ഈ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 1 സ്പൂൺ ശർക്കരയ്ക്ക് ശേഷം കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവയുടെ പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ. ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഇതിനകത്ത് ഈ പച്ചമുളക് മാത്രം കൂട്ടി ചോറിനാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണേ. ഇത് വെക്കുന്ന ദിവസം ഡോറയ്ക്ക് വേറെ ഒന്നും വേണ്ട, രാവിലെ ഈ ചോറ് മതി, ഇതും കൂട്ടിയുള്ള ചോറ് മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.